അടിപൊളി ഷവർമ ഉണ്ടാക്കാം. കടയിൽ നിന്ന് വാങ്ങണ പോലത്തെ അതേപോലത്തെ ഷവർമ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് കാണാം. ഞാനിവിടെ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 1/4 കിലോ എല്ലില്ലാത്ത കോഴി ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇറച്ചി എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ, നല്ല നൈസായിട്ട് നീളത്തിൽ കനം കുറച്ചാണ് എടുത്തിട്ടുള്ളത്, അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതെന്തിനാ അങ്ങനെ എടുത്തെന്ന് വെച്ചാൽ ഇതിൽ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. നമുക്കിനി ആദ്യം മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള 100 ml തൈരാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണ്. അതിൽ ഞാൻ 100 ml ആണ് തൈര് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കിനി 1 ടേബിൾ സ്പൂണ് തന്തൂരി മസാല ഇട്ട് കൊടുക്കാം. ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും തന്തൂരി മസാല, ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാല. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഈ ഇറച്ചി ഇതിൽ പെറുക്കിയിട്ട് കൊടുക്കാം. ഇറച്ചി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. ഞാനിതിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ഇടണ്ട, നമുക്ക് ഈ എരിവ് തന്നെ മതി. ഷവർമ്മയ്ക്ക് എരിവ് ഏറ്റവും കുറവാണ് നല്ലത്. ഇതിനി നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഇറച്ചി ഇനി ഒരു 3 മണിക്കൂർ ഇരിക്കട്ടെ, നല്ല മസാല പിടിക്കട്ടെ. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ രാത്രി മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തുണ്ടാക്കിയാലും മതി. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിൽ വേണം വെക്കാൻ, താഴത്തെ തട്ടിൽ. ഇറച്ചി ഇപ്പം മസാല വെച്ചിട്ട് കുറേ സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ അതിന് കുനുകുന അരിഞ്ഞ ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത്ര ഇങ്ങനെ കുനുകുന അരിഞ്ഞ ക്യാബേജ്. ഒരു 100 ഗ്രാം ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഉള്ളിയാണ്, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റാണ്, ഒരതി എടുത്ത ക്യാരറ്റാണ് കേട്ടോ. കണ്ടില്ലേ, കനം കുറച്ചിട്ട് ഇതിട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം മുളക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, എന്താ ഇത് ഇട്ട് കൊടുക്കുകയാണ്. കക്കരിക്ക ഒരു ലേശം അതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി കേട്ടോ. ഇനി ഇവിടെ ഇരുന്നോട്ടെ. ഇതിപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഇപ്പം തന്നെ കുഴച്ച് വെച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കും. ഇപ്പം തന്നെ നമ്മൾ കുഴച്ച് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഉപ്പും ഇതെല്ലാം അതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ. അതിനാണ് ഇപ്പം തന്നെ കുഴച്ച് വെച്ചത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട റൊട്ടിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാനിവിടെ റൊട്ടി ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കിലോ മൈദയാണ് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഉപ്പൊന്ന് മിക്സാക്കാം, അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ച് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം.
കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ മാവ് ടേബിൾ മേലൊക്കെ ഇട്ട് കുഴച്ച് നല്ല ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിൽ ലേശം ഓയിൽ തേച്ച് കൊടുക്കാം. ഈ ഓയിൽ തേച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഇത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ ഇറച്ചി വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കാം. ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ എല്ലായിടത്തും ആവേണ്ട രീതിയിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. എണ്ണ ഓവറാവരുത് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വരട്ടെ. ചെറിയ തീ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും കൂടി ഇതുപോലെ ഒന്ന് വേകട്ടെ. ഇനി നമ്മുടെ ഇറച്ചി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. കണ്ടില്ലേ, 2 വശത്ത് നന്നായിട്ട് ആയിട്ടുണ്ട്. അതിന് നമുക്ക് ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. നമ്മൾ കുഴച്ച മാവ് ചെറിയ ചെറിയ ബോളാക്കി മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മളിത് 7 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടി ലേശം പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഉരുള എടുത്ത് നമുക്ക് ഇതിൽ വെച്ച് ഒന്ന് മാവാക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് പരത്താം. ഇത് നമ്മളുണ്ടാക്കുന്ന ഗുബൂസ് അല്ല കേട്ടോ, ഇത് റൊട്ടിയാണ്. എല്ലാവരും വിചാരിക്കും ഷവർമ ഉണ്ടാക്കുന്നത് ഭയങ്കര സംഭവമാണെന്ന്. സംഭവമൊന്നുമില്ല കേട്ടോ, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഒരു റൊട്ടി പരത്തി കഴിഞ്ഞ് ഇനി നമുക്ക് 7 എണ്ണം കൂടി ഉണ്ട്. അതുകൂടി പരത്തി ഇതേപോലെ എടുക്കാം. നമ്മളിപ്പോൾ റൊട്ടി എല്ലാം പരത്തി കഴിഞ്ഞ് ഇനി നമുക്ക് ചട്ടിയിലിട്ടൊന്ന് അത് ചുട്ടെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ തീ വെച്ച് വേണം റൊട്ടി ചുടാൻ കേട്ടോ. ഇതിൽ ഓയിൽ മാവ് കുഴയ്ക്കുമ്പോഴും ഒഴിച്ചിട്ടില്ല, ഇപ്പം ചുടുമ്പോഴും ഓയിൽ ഒഴിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, 2 സൈഡും ഒന്നുപോലെ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുക്കാം. ഇനി നമുക്ക് അടുത്തത് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. അങ്ങനെ ഇറച്ചിയും പൊരിച്ച് റൊട്ടിയും ചുട്ടെടുത്ത് കഴിഞ്ഞ് ഇത് നമുക്ക് ഒറ്റൊരു കാര്യം ചെയ്യാനുള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇറച്ചി കുഞ്ഞു കുഞ്ഞതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്കിനി ഇതിലൊരു കഷ്ണം എടുത്തിട്ട് ഈ പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, ഇത് നമുക്ക് ഇച്ചിരി നീളം കൂടിപ്പോയി. ഇനി നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ തന്നെ നമുക്ക് ഇറച്ചി വേണ്ടത്. ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അരിയുമ്പോൾ കത്തിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ. അങ്ങനെ ഷവർമ്മയ്ക്കുള്ള എല്ലാതും ആയിട്ടുണ്ട്. നമുക്കിനി സെറ്റാക്കി എടുക്കാം. നമ്മളുണ്ടാക്കി വെച്ച പച്ചക്കറികളൊക്കെ എടുക്കാം. അതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടാവും കേട്ടോ. അത് നമ്മൾക്ക്
കളഞ്ഞാൽ മതി. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് വറ്റൽ മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈനസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ 1 കപ്പാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ ഇട്ട മൈനസ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനിയിപ്പോൾ മുട്ട ഉള്ളത് മൈനസ് ആയാലും മുട്ട ഇല്ലാത്ത മൈനസ് ആയാലും കുഴപ്പമില്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇട്ടാൽ മതി. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചക്കറിയും ഇറച്ചിയും ഇതൊക്കെ പാടൊന്ന് മിക്സായി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് റോളാക്കി എടുക്കാം. ഇനി നമുക്ക് ആദ്യം ഒരു റൊട്ടി എടുത്ത് പാത്രത്തിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാല കോരി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ ചുരുട്ടണത് പേപ്പറൊന്നും ഇല്ലാതെയാണ് കേട്ടോ. നമ്മുടെ വീട്ടുകളിലൊന്നും പേപ്പറുകളുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത്, ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി ഇങ്ങനെ വെച്ച് ഇതൊന്നിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ അറ്റമും കൂടി ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഇത് നല്ല ലെവലാക്കി വെച്ചിട്ട് ഇങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ അറ്റ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ചുരുവി കൊടുക്കുക. കണ്ടില്ലേ? അറ്റത്തിങ്ങനെ കയറ്റി കൊടുത്താൽ റോള് റെഡിയായി. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കും ഇത് വലിയ സംഭവമാണെന്ന്. ഇത് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനി നമുക്ക് ഒരെണ്ണം മുറിച്ച് നോക്കാം. അയ്യോ, കണ്ടില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷവർമ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാൻ കൂടി ചെയ്യണം കേട്ടോ.